ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ദൈവവചനവുമായി ദൈവമക്കളുടെ മുന്നിൽ കടന്നു വരുവാൻ കർത്താവടിനെ ബലപ്പെടുത്തിയതാൽ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വേഗം വരുന്ന ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. നമ്മുടെ ചിന്തകൾക്ക് ഒരു മാറ്റം ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്തിന് കുറെ ബലമുണ്ടാകും. യേശുവിൽ കുറെ കൂടെ വിശ്വസിക്കുവാൻ, കുറെ കൂടെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഇടയാകും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നലെ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തിരുപാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ അടികൾക്കായിരിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. പ്രത്യേകമായി ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കർത്താവ് ബലപ്പെടുത്തണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ സംസാരിക്കുവാൻ കർത്താവ് അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ, എല്ലാ വിധമായ ഡിസ്റ്റർബൻസസ് യേശുവിന്റെ നാമത്തിൽ ഭംസിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുന്ന ജനത്തെ കർത്താവ് തൊടുമാറാകണം. അവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ വ്യക്തിപരമായി ദൈവം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് അടിയൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: എന്റെ അവകാശവാദങ്ങളും എന്റെ യാഥാർത്ഥ്യവും. എന്റെ അവകാശവാദങ്ങളും എന്റെ യാഥാർത്ഥ്യവും. നമ്മൾ അവകാശപ്പെടുന്നത് ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇന്നതുപോലെ ചിന്തിക്കുന്ന വ്യക്തിയാണ്, എന്റെ വിശ്വാസം ഇങ്ങനാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. ഇതുപോലെ നമ്മൾ അവകാശപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. എന്നാൽ യാഥാർത്ഥ്യവും നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ വിഷയങ്ങളും രണ്ടോ ഒന്നാണോ അല്ലയോ എന്നാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലതും അവകാശപ്പെടും. എന്നാൽ ഈ അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെയും നമ്മളിൽ സത്യമാണോ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ഒരു വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമകാല പ്രകാരം, മോശയുടെ കൽപ്പന പ്രകാരം, ദൈവം കൊടുത്ത കൽപ്പന, ഒരു വ്യക്തി വ്യഭിചാരം ചെയ്താൽ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് കൽപ്പന. കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു രാവിലെ സമയത്ത് യേശു യെരുശലേം മന്ദിരത്തിൽ ചെന്ന് അവിടെ കൂടി വന്ന ജനത്തോട് ദൈവത്തിന്റെ വചനം താൻ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് വചനത്തിൽ പണ്ഡിതന്മാരായ ശാസ്ത്രികളും അതുപോലെ തന്നെ ഫരിസികളും വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി യേശുവിനോട് ഒരു ചോദ്യം അവർ ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പാകെ അവരെ ഒരു സത്യം അവതരിപ്പിക്കുവാണ്. മോശയുടെ കൽപ്പന പ്രകാരം വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് വ്യവസ്ഥ. എന്നാൽ താങ്കൾ ഇതിനെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വ്യക്തമായ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു യേശുവിനെ എങ്ങനെയും ഒന്ന് കുലുക്കാൻ. യേശുവിനെ കുലുക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ സാധിക്കും. കാരണം യേശു ഇപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയായി. ജനങ്ങളെല്ലാം യേശുവിന്റെ പിന്നാലെയാണ് പോകുന്നത്. ഇതുവരെ ഇവരെ ഭയപ്പെട്ട പലരും ഇപ്പോൾ യേശുവിന്റെ സ്നേഹിതന്മാരായി തീർന്നു. അപ്പോൾ ഇവർക്കുള്ള ആ അംഗീകാരവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്ക്? ഈ ഫരിസികളും സദുസികൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് യേശുവിനെ എങ്ങനെയാലും കുരുക്കി യേശുവിനെ അറസ്റ്റ് ചെയ്യുവോ, അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുവോ, അല്ലെങ്കിൽ നാട് കടത്തുവോ, അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുവാൻ വരെ ശ്രമിക്കുന്നവരായിരുന്നു ഇവര്. അപ്പൊ ഈ ചോദ്യത്തിന്റെ പിന്നിൽ അവരുടെ ഉദ്ദേശമായിരുന്നു യേശുവിനെ കുലുക്കാൻ. അവർ ഈ ചോദ്യം ചോദിച്ചു. യേശു അവരുടെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ജനത്തെ പഠിപ്പിക്കുകയും അപ്പോൾ തന്നെ നിലത്തൊക്കെ നോക്കി ഏതാണ്ടൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരുന്നു. കുറെ പ്രാവശ്യം അവർ ഈ വിഷയം എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. യേശുവിനെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ പല പ്രാവശ്യം ഇവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് യേശു തല ഉയർത്തി
അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് യേശു അവരോട് സംസാരിക്കുന്നതിന്റെ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാമത്തെ വാക്യങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളിൽ പാപം ചെയ്യാത്തൊരു വ്യക്തി ആദ്യമായി കല്ലെറിയട്ടെ. അപ്പോൾ യേശു അവരുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ്, നിങ്ങൾക്ക് കല്ലെറിയാം, മോശ കൊടുത്ത കൽപ്പന കല്ലെറിയാം, ഞാൻ അത് അനുവദിക്കുന്നു. പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തൊരു വ്യക്തി ആയിരിക്കണം ആദ്യത്തെ കല്ലെറിയേണ്ടത്. അങ്ങനെ ഓരോരുത്തർക്ക് കല്ലെറിയാം, പാപം ചെയ്യാത്തവർ. അത് പറഞ്ഞ ശേഷം യേശു താഴേക്ക് നോക്കി ആ മണ്ണിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. അല്പനേരം ശേഷം വലിയ ശബ്ദമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും യേശു തല പൊക്കി നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇനി ഇവരൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന കല്ല് അവിടൊക്കെ കിടപ്പുണ്ട്. ഈ സ്ത്രീയെ നോക്കി ചോദിച്ചു, ഇവരാരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ, ഇവരാരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവൾ കൊടുത്ത മറുപടിയാണ്, ഇല്ല, ആരും എന്നെ കല്ലെറിഞ്ഞിട്ടില്ല. 8-ാം അധ്യായത്തിന്റെ 12-ാം ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. യേശുവിന്റെ മറുപടിയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പോക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ഇവരാരും ഇവിടെ കല്ലെറിഞ്ഞ് കൊന്നില്ല, ഇവരാരും ഇവിടെ ഇനി കുറ്റപ്പെടുത്തിയില്ല. ആ വന്നവരൊക്കെയും ശാസ്ത്രിമാരും അല്ലെങ്കിൽ വേദ പണ്ഡിതന്മാരായ ആ ഫരിസികളും സദുസികളും അവരൊക്കെയും ഇവിടെ കുറ്റപ്പെടുത്താതെ മടങ്ങിപ്പോയി. യേശു പറഞ്ഞു, ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഒരു കാര്യം, എന്താണ്? നീ ഇനി പാപം ചെയ്യരുത്. ഇവിടെ മറ്റവരൊക്കെയും പോയ ശേഷം ഇവക്കും പോകായിരുന്നു, എന്നാൽ ഇവിടെ പോയില്ല. അവൾ അവിടെ തന്നെ നിന്നു. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, യേശു ഒരു കാര്യം പറഞ്ഞു, അതിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഞങ്ങളിൽ തെറ്റില്ല, ഞങ്ങളിൽ കുറവില്ല. അതാണ് യേശു ചൂണ്ടി കാണിച്ചത് അവിടെ. ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ പിന്നാലെ വരുന്നവൻ, അവൻ ഇരുട്ടിലല്ല, അവന്റെ ഉള്ളിൽ വെളിച്ചം, ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തി, അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി അന്ധകാരത്തിൽ ജീവിക്കുന്നു, അന്ധകാരത്തിൽ നടക്കുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തി. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വചനപ്രകാരം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി. നീ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത്? നീ അന്ധകാരത്തിൽ ജീവിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം നീ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ യേശു എന്ന് പറയുന്നത്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, എന്നിൽ അവൻ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ പിന്നാലെ വരുന്നവൻ, അവന്റെ ഉള്ളിൽ എന്തായിരിക്കും? അന്ധകാരമല്ല, അവന്റെ ഉള്ളിൽ ജീവന്റെ വെളിച്ചമായിരിക്കും. ഈ കൂടി വന്ന ജനം, ഫരിസീകളും സദുസികളും അവരുടെ സുഹൃത്തുക്കളൊക്കെ അവരെന്താണ് അവർ അവകാശവാദമായി അവതരിപ്പിച്ചത്? ഞങ്ങൾ വിശുദ്ധന്മാരാണ്. അവൻ സ്വയം അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അവൻ അവകാശപ്പെടുന്ന വിഷയത്തിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കണം. എന്താണ്? ഞാൻ അവകാശപ്പെടുന്നു, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ അത് അവകാശപ്പെടുന്നെങ്കിൽ ഞാൻ സത്യം അത് തന്നെ ആയിരിക്കണം. അവകാശവാദങ്ങളും യാഥാർത്ഥ്യം ഒന്നായിരിക്കണം. അത് രണ്ടാണെങ്കിൽ അതിന്റെ അർത്ഥം നീ അവകാശപ്പെടുന്നതൊക്കെ കള്ളമാണ്. ആരെങ്കിലും പാപമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കല്ലെറിയാം, പാപം ചെയ്യാത്തൊരു വ്യക്തിക്ക് കല്ലെറിയാം. അവരൊക്കെയും പോയി. ഇത് കേട്ടപ്പോൾ ഇവിടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി, ദൈവം സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കും ഇവർക്ക് അവിടുന്ന് പോകാൻ പറ്റാതെ അവൾ അവിടെ തന്നെ നിന്നത്. അവിടെ ഉള്ളിൽ ഒരു സത്യം അവൾ അറിയാൻ തുടങ്ങി. ഈ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ ഏതൊക്കെയോ ചില സത്യങ്ങളുണ്ട്, ചില ജീവവചനമുണ്ട്, ചില ജീവന്റെ ചില വിഷയങ്ങളുണ്ടെന്ന് അവിടെ ഉള്ളിൽ അവൾക്ക് തോന്നി കാണും. എന്തായാലും അവൾ അവിടുന്ന് പോയി അവിടെ തന്നെ നിന്നു.
യേശുവിന്റെ അടുത്ത വാക്കുകളിലൂടെ കേൾക്കാൻ വേണ്ടി യേശു പറഞ്ഞത്, നീ പോ, ഇവിടെ തന്നെ നിൽക്കണ്ട, നിനക്ക് പോകാം, പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇനി നീ പാപം ചെയ്യരുത്. അവളോടൊന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ടു. ഞാൻ ഇനിയും ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ഈ കൂടി വന്ന ഈ ഫരിസികളും സദുസികളും അവരെ ഇവിടെ കല്ലെറിഞ്ഞു കൊള്ളാൻ അവരിവിടെ കല്ലിനെ കൊല്ലാനുള്ള ഒരു കാരണം ഞാൻ പറയുന്നത് ശരിയാണ്, മോശയുടെ കൽപ്പന പ്രകാരം. ഇതിനകത്ത് വേറൊരു വിഷയം കൂടെ ഞാൻ ചിന്തിക്കുന്നത്, ഇവരെ തന്നെ ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഞങ്ങളിൽ പാപമില്ല, അവരുടെയായ ആ അവകാശവാദങ്ങൾ അവരുടെ അവകാശവാദങ്ങളാണ്. എന്താണ്? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ തൈത്ത് കൊടുക്കുന്നവരാണ്, ഞങ്ങൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ്, വചനം പഠിപ്പിക്കുന്നവരാണ്. ഇന്നൊക്കെയുള്ള സ്വന്തമായ ചിന്തകൾ ഇവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ ചിന്തയിൽ വന്നൊരു വിഷയമാണ്, ഇവള് പാപം ചെയ്തു, അവള് ഭാവി, ഞങ്ങൾ ഭാവി അല്ല. അത് യേശു ക്രിസ്തു മനസ്സിലാക്കിയിട്ട് ആണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അപ്പോൾ നമ്മൾ ആരും പാപികളല്ല, ഇവള് മാത്രമേ പാപിയാണ്. അതാണ് ഇവരുടെ കണക്കൂട്ട്. ഇവരുടെ ഉള്ളം പറയുന്ന യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ അവകാശബോധമായി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ അവകാശങ്ങളുണ്ടല്ലോ, അത് ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയ. ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി ചിന്തിക്കുന്ന വിഷയം എന്താണ്? നമ്മുടെ അവകാശവാദങ്ങളും നമ്മുടെ യാഥാർത്ഥ്യവും. എന്റെ അവകാശവാദങ്ങളും എന്റെ യാഥാർത്ഥ്യവും. ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? അതാണ് വെളിപ്പെട്ടത്. അവര് അവകാശമായി അവർ വാദിച്ചത്, അവരവകാശമായി അവരുടെ വിശ്വാസം എന്താണ്? ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഞങ്ങളിൽ തെറ്റില്ല, ഞങ്ങളിൽ കുറവില്ല. അതാണ് യേശു ചൂണ്ടി കാണിച്ചത് അവിടെ. ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ പിന്നാലെ വരുന്നവൻ, അവൻ ഇരുട്ടിലല്ല, അവന്റെ ഉള്ളിൽ വെളിച്ചം, ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തി, അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി അന്ധകാരത്തിൽ ജീവിക്കുന്നു, അന്ധകാരത്തിൽ നടക്കുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തി. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വചനപ്രകാരം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി. നീ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത്? നീ അന്ധകാരത്തിൽ ജീവിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം നീ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ യേശു എന്ന് പറയുന്നത്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, എന്നിൽ അവൻ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ പിന്നാലെ വരുന്നവൻ, അവന്റെ ഉള്ളിൽ എന്തായിരിക്കും? അന്ധകാരമല്ല, അവന്റെ ഉള്ളിൽ ജീവന്റെ വെളിച്ചമായിരിക്കും. ഈ കൂടി വന്ന ജനം, ഫരിസികളും സദുസികളും അവരുടെ സുഹൃത്തുക്കളൊക്കെ അവരെന്താണ് അവർ അവകാശവാദമായി അവതരിപ്പിച്ചത്? ഞങ്ങൾ വിശുദ്ധന്മാരാണ്. അവൻ സ്വയം അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അവൻ അവകാശപ്പെടുന്ന വിഷയത്തിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കണം. എന്താണ്? ഞാൻ അവകാശപ്പെടുന്നു, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ അത് അവകാശപ്പെടുന്നെങ്കിൽ ഞാൻ സത്യം അത് തന്നെ ആയിരിക്കണം. അവകാശവാദങ്ങളും യാഥാർത്ഥ്യം ഒന്നായിരിക്കണം. അത് രണ്ടാണെങ്കിൽ അതിന്റെ അർത്ഥം നീ അവകാശപ്പെടുന്നതൊക്കെ കള്ളവാ. നീതിമാൻ, നീതിയോട് ജീവിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? ശരിയായ രീതിയിൽ ദൈവം മുൻപാകെ നടക്കുക, മനുഷ്യന് മുന്നിൽ നടക്കുക എന്നല്ല, ഇന്ന വ്യക്തിയുടെ മുന്നിൽ നടക്കുന്നതെന്നല്ല, ഇന്ന പാസ്റ്ററിന് മുന്നിൽ നടക്കണമെന്നല്ല, ഇന്ന വ്യക്തി. നോ, ശരിയായ രീതിയിൽ ദൈവത്തിന് മുൻപാകെ നടക്കുക. അതാണ് നീതി, അല്ലെങ്കിൽ അതിനാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. ആ വ്യക്തിയാണ് നീതിമാൻ വിളിക്കുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവമാണ് നീതിയുടെ സ്വഭാവം. ജനത്തിനെ പ്രീതിപ്പെടുത്തുവാനല്ല, ദൈവം മുൻപാകെ നീതിയോടെ നടക്കുന്ന വ്യക്തിയാണ് അവൻ നീതിമാൻ, റൈച്ചസ്. 1 യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം
6, 8, 10 ഈ 3 വാക്യങ്ങൾ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 6, 8, 10 ഈ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും, അവകാശം എന്താണ്? എനിക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയുണ്ട്. എന്റെ അവകാശവാദം എന്താണ്? എനിക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. എനിക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്? ഞാൻ ഭോഷ്ക് പറയുന്നു. അത് മാത്രമല്ല, എന്റെ ഉള്ളിൽ സത്യമില്ല. 8-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളിൽ ഇല്ലാതായി. സത്യം നമ്മളിൽ ഇല്ലാതായി. എന്താണ് ഞാൻ അവകാശമായി വാദിക്കുന്നത്? നമുക്ക് പാപമില്ല. എനിക്ക് പാപമില്ല ഇന്ന് ഞാൻ അവകാശവാദമായി ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? എന്റെ ഉള്ളിൽ സത്യമില്ല. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു. 10-ാമത്തെ വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. ആരെ? ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മളിൽ ഇല്ലാതുമായി. അവന്റെ വചനം നമ്മൾ ഇല്ലാതുമായി. ഹല്ലേലൂയ. ഈ 3 വാക്യങ്ങൾ ചേർത്ത് വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? ഞാൻ പലതും അവകാശപ്പെടുന്നു, എന്നാൽ എന്റെ അവകാശ പ്രകാരം എന്റെ ജീവിതം ഇല്ലെങ്കിൽ ഞാൻ ഭോഷ്ക് പറയുന്നു. എന്റെ ഉള്ളിൽ സത്യമില്ല. ഞാൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സത്യവചനമില്ല. ഞാൻ പലതും അവകാശമായി ഞാൻ പറയാം. ഞാൻ ഇന്നാരാണ്, ഞാൻ എനിക്ക് ഇന്നതുണ്ട്, എന്റെ അനുഭവം ഇതാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവ പൈതലാണ്, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ള അവകാശവാദങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ ഈ അവകാശവാദങ്ങൾ പ്രകാരമുള്ള നമുക്ക് ഒരു ജീവിതമില്ലെങ്കിൽ, ആ സത്യമായ ഒരു ജീവിതമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യാഥാർത്ഥ്യമായി ആ സത്യം ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? ഭോഷ്ക് പറയുന്ന വ്യക്തിയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാമത്തെയും 9-ാമത്തെയും വാക്യം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. 9-ാമത്തെ വാക്യം, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. 2 കാര്യം കൂടി നമുക്ക് പിന്നെ വായിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. അവനെ അറിഞ്ഞിരിക്കുന്നു. എനിക്ക് യേശുവിനെ അറിയാം. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചർച്ച ഇതൊക്കെ നമ്മൾ അവകാശമായി പറയുന്നു. ഞാൻ വചനം വായിക്കുന്നു, ഞാൻ പ്രസംഗം കേൾക്കുന്നു, ഇതൊക്കെ കേൾക്കുന്നു ചെയ്യുന്നു ഒക്കെ സത്യമാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ജീവിതത്തിൽ ഇപ്പോഴും അന്ധകാരത്തിലാണ്. ജീവിതം ഇപ്പോഴും അന്ധകാരത്തിലാണ്. അതിന്റെ അർത്ഥം ഞാനിപ്പോൾ പാപത്തിൽ തന്നെ ജീവിക്കുന്നു. അങ്ങനാണെങ്കിൽ എന്റെ ഉള്ളം, എന്റെ ഉള്ളം, എന്റെ അകത്ത് ഒന്നും സത്യമില്ല. ഞാൻ വെളിച്ചത്തിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ എന്റെ സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരൻ മാത്രമല്ല, നമ്മുടെ ചുറ്റും താമസിക്കുന്നവരെ, നമ്മളോട് വൈരാഗ്യം കാണിക്കുന്നവർ, നമ്മളെ കുറിച്ച് ഭോഷ്ക് പറയുന്നവർ, നമ്മളെ ശത്രുവായി കാണുന്നവർ, അവരൊക്കെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സത്യമില്ല. ഞാൻ അവകാശപ്പെടുന്ന പ്രകാരം ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലായിട്ടില്ല. ഞാൻ ദൈവത്തിന്റെ ഒരു മകനായിട്ടില്ല, മകളായിട്ടില്ല. ഞാൻ യേശുവിന്റെ യഥാർത്ഥമായ ഒരു പിൻഗാമി, ഒരു ശിക്ഷകൻ ആയിട്ടില്ല. നമ്മൾ എന്തൊക്കെയാണ് അവകാശപ്പെടുന്നത്? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ പൈതലാണെങ്കിൽ യേശുവിന്റെ ഒരു പിൻഗാമി അല്ലെങ്കിൽ യേശുവിന്റെ ഒരു ശിക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ യേശുവുമായി ഒരു അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ അടുത്തൊരു ബന്ധം, ഒരു അടുത്തൊരു കൂട്ടായ്മയായിരിക്കും യേശുമായുള്ള ഒരു കൂട്ടായ്മ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളിൽ നിന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് യേശുമായുള്ള ഒരു അടുത്ത കൂട്ടായ്മ ഉണ്ട്. അത് വളരെ വളരെ അടുത്തുള്ള കൂട്ടായ്മ.
ആമേൻ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്ത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ വെളിച്ചത്തിലാണെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അപ്പോൾ തന്നെ ദൈവമായ കൂട്ടായ്മയുണ്ട്. ഈ പരസ്പരമുള്ള ദൈവമക്കളുമായുള്ള കൂട്ടായ്മയും ദൈവമായുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കും. ഹല്ലേലൂയ. പാപമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ മകൻ. പാപമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ മകൾ. നീ അവകാശപ്പെടുന്നു ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. അങ്ങനെ നീ അവകാശപ്പെടുന്നെങ്കിൽ യാഥാർത്ഥ്യം അത് തന്നെ ആയിരിക്കണം. നിന്റെ ജീവിതം കാണുമ്പോൾ അത് തന്നെ ആയിരിക്കണം. നിന്റെ കൂടെ ജോലി എടുക്കുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, അവർ നിന്നെ കാണുമ്പോൾ, അവർ നമ്മളെ കാണുമ്പോൾ, നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അവർ നമ്മുടെ കൂടെ നടക്കുമ്പോൾ അവരൊരു കാര്യം അറിയണം, ഇവർ ദൈവത്തിന്റെ മകനാണ്. അവർക്കത് വെളിപ്പെടണം, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. ഇവർ ദൈവത്തിന്റെ ഒരു കുഞ്ഞാണ്. ഹല്ലേലൂയ. അവകാശപ്പെടുന്നത് നല്ലതാണ്, എന്നാൽ യാഥാർത്ഥ്യം അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്, അത് വ്യർത്ഥമാണ്, അതുകൊണ്ട് ഒരു ഫലവുമില്ല. ദൈവത്തിന്റെ മകൻ നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തി. എന്റെ മാതാവിന്റെ പിതാവിന്റെ പേര് ഞാൻ പറയാം. എന്റെ പിതാവിന്റെ പേര് ജോൺ, എന്റെ മാതാവിന്റെ പേര് ലിസിക്കുട്ടി. ജോണും ലിസിക്കുട്ടിയും ആഗ്രഹിച്ച പ്രകാരമാണ് ജോൺസ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. മനുഷ്യ ഇഷ്ടപ്രകാരം, മനുഷ്യ ആഗ്രഹപ്രകാരം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു. എന്റെ ആദ്യത്തെ ജനനം, ഫസ്റ്റ് ബർത്ത്, എന്റെ ആദ്യത്തെ ജനനം. എന്നാൽ ദൈവത്താൽ ജനിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിന്റെ മകനായിരിക്കും. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനായി ജനിക്കുവാണെങ്കിൽ അതിനർത്ഥം ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുന്നു. ഇതിന് വീണ്ടും ജനനം പ്രാപിക്കണം. അതിന് എന്താണ് ഇത്ര വലിയ ഇമ്പോർട്ടൻസ്? ആദ്യമായി ഞാൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ വചനപ്രകാരം ഞാനൊരു പാപിയായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഞാനൊരു പാപിയായി ഭൂമിയിൽ ജനിക്കുന്നു, പാപിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഞാൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞു, സത്യം മനസ്സിലാക്കി. യേശുവാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ്. യേശു മാത്രമാണ് എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരാൻ പറ്റുന്നത്. യേശു മാത്രമാണ് എന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ പറ്റുന്നത്. എന്റെ ജീവിതത്തെ മുഴുവനായി ശുദ്ധീകരിക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. ഇന്നുള്ള സത്യങ്ങൾ ഞാൻ മനസ്സിലായപ്പോൾ അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഞാൻ എന്റെ പഴയ വിശ്വാസം, പഴയ ജീവിത ശൈലി, പഴയ ചിന്തകള്, പഴയ എല്ലാ വിഷയങ്ങളും ഞാൻ മരിപ്പിക്കും, ഇല്ലാതാക്കും. എന്നിട്ട് ഞാൻ അറിഞ്ഞ സത്യം, യേശുവിനെ കുറിച്ചുള്ള സത്യം ഞാൻ മുറുകെ പിടിച്ച് അല്പമായി ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഞാൻ നടക്കാൻ തുടങ്ങും. ഇങ്ങോട്ട് യേശുവിനെ നോക്കി ഞാൻ അങ്ങോട്ട് എന്റെ ജീവിതം തുടങ്ങും. പഴയ ജീവിതത്തെ ഞാൻ മരിപ്പിച്ച് ഇല്ലാതാക്കി അതിനെ കൊന്നു കളഞ്ഞിട്ട് പുതിയ ജീവിതം തുടങ്ങുന്നു. ഈ പുതിയ ജീവിതത്തിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? ബോൺ അഗൈൻ, വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ഈ വീണ്ടും ജനനം പ്രാപിച്ചത് ഒരു വ്യക്തിയുടെ ശക്തി കൊണ്ടല്ല. ഒരു വ്യക്തി പ്രസംഗിച്ചു, ആ പ്രസംഗത്തിന്റെ ബലത്തിലല്ല, ആ വ്യക്തിയുടെ വാക്ക് സാമർത്ഥ്യത്തിലല്ല. ആരും ഇമോഷണലി കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പലയിടത്തും, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ നാട് ഇന്ത്യയിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്ത്യാനികൾ മറ്റവരെ കൺവേർട്ട് ചെയ്യുന്നു. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വ്യക്തിക്കും വേറെ വ്യക്തിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പ്രസംഗിക്കാം, ഞാൻ അറിഞ്ഞ സത്യം, ഞാൻ അറിഞ്ഞ ഈ നല്ല വിഷയം, ഈ സുവാർത്ത എനിക്ക് ലോകത്തോട് പറയാം. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഒരു മനുഷ്യനല്ല. ഒരു വ്യക്തിയുടെ ജീവൻ മാറ്റിമറിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. ഒരു വ്യക്തിയെ ഉണ്ടാക്കിയ ദൈവമാണ്, മനുഷ്യനുണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മുന്നോട്ടുള്ള ഗതിയെ മാറ്റുവാൻ വേറൊരു മനുഷ്യന് സാധിക്കത്തില്ല. അതുള്ള തെറ്റായ ഒരു ചിന്തയാണ്. അത് തെറ്റായ ചിന്ത പലരും നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് ആരെയും കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, ഞങ്ങൾക്ക് സത്യം മാത്രം പറയാനേ അറിയത്തുള്ളൂ. കൺവേർട്ട് ചെയ്ത ദൈവമാണ്.
ഒരു വ്യക്തി ഹിന്ദുവായി അല്ലെങ്കിൽ മുസ്ലിമായി ഏത് വിശ്വാസം ജനിച്ചോട്ടെ, എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് അവന്റെ ജനനം കൊണ്ടല്ല. യേശുവിനെ വിളിക്കുമ്പോൾ, യേശുവിനെ അംഗീകരിക്കുമ്പോൾ അവൾ യേശുവിനെ അംഗീകരിക്കുന്നു. ഞാൻ യേശുവിനെ കണ്ടെത്തിയതല്ല, യേശു എന്നെ കണ്ടെത്തിയതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടെത്തിയതല്ല, ദൈവം നമ്മളെ കണ്ടെത്തിയതാണ്. നമ്മൾ പാവച്ചെടി പാവക്കുഴി മുങ്ങി പോണ്ടി വരായിരുന്നു. എന്നാൽ ദൈവം അവിടുന്ന് കൈ നീട്ടി എന്റെ പാവക്കുഴിയിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി. തന്റെ സ്വന്തം പുത്രൻ യേശു താൻ എന്നെ ശുദ്ധീകരിച്ചു, എന്റെ പാപത്തെ നിന്ന് മാറ്റി. ഞാനിപ്പോൾ ഒരു വിശുദ്ധനായി, യേശു ക്രിസ്തുവിന്റെ രക്തനിമിത്തം ഞാനൊരു വിശുദ്ധനായി. ആരും പ്രഖ്യാപിച്ച വിശുദ്ധനായതല്ല, ഞാൻ സ്വയം വിശുദ്ധനായതുമല്ല. എന്നെ വിശുദ്ധനാക്കിയ ദൈവമാണ്. യേശു ക്രിസ്തു രക്തത്താൽ ഞാൻ വിശുദ്ധനായി. ഇപ്പോൾ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച് ഞാൻ യേശുവിലേക്ക് നടക്കുവാണ്. ഒരു കൊച്ചു പൈതല്, ഒരു കൊച്ചു കുട്ടിയെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. ഇപ്പോൾ വിശ്വാസത്തിന്റെ ഒരു കുട്ടിയാണ്, വിശ്വാസത്തിന്റെ ഒരു കുഞ്ഞാണ്. ഞാൻ പ്രായപൂർത്തിയായ വ്യക്തി ആയിട്ടില്ല. വീണ്ടും ജനനം പ്രാപിച്ചാൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു കുഞ്ഞായിട്ടാണ്. എന്നിട്ട് അവിടുന്ന് അല്പമല്പമായി ഞാൻ വചനം പഠിച്ച് വിശ്വാസം മനസ്സിലാക്കി ഞാൻ മുന്നേറി. കുറെ വർഷം കഴിയുമ്പോൾ എന്റെ വിശ്വാസത്തിൽ ഞാൻ വളർന്ന് ഞാൻ ഹല്ലേലൂയ പ്രായപൂർത്തിയായി. വിശ്വാസത്തിൽ ഞാൻ പ്രായപൂർത്തിയായിട്ടിരിക്കും. എന്റെ പ്രായം 30, 40, 50, 70, 80 ആയിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ നീ വളരണം. പ്രായത്തിൽ മാത്രം വളരണം പോരാ. പണ്ട് ഞാൻ സെക്രട്ടറി ആയിരുന്നു, പണ്ട് ഞാൻ സാധാ വിശ്വാസിയായിരുന്നു, പിന്നെ പാസ്റ്ററായി, പിന്നെ സെൻട്രൽ പാസ്റ്ററായി, പിന്നെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി, പിന്നെ സൂപ്രണ്ടായി, പിന്നെ പ്രസിഡന്റായി. അതല്ല, അത് വിശ്വാസത്തിന്റെ വളർച്ചയല്ല, അത് സ്ഥാനമാനങ്ങളുടെ വളർച്ചയാണ്. എന്ന് വചനം പഠിപ്പിക്കുന്നത് സ്ഥാനത്തിന്റെ വളർച്ചയല്ല, വചനം പഠിക്കുന്ന വിശ്വാസത്തിന്റെ വളർച്ചയാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ഞാൻ അവകാശപ്പെടുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കണം. എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കണം. ഞാൻ ഏത് സ്ഥാനത്തിരുന്നാലും എന്റെ ഐഡന്റിറ്റി പ്രസിഡന്റോ, എന്റെ ഐഡന്റിറ്റി ഡോക്ടറോ, എന്റെ ഐഡന്റിറ്റി പാസ്റ്ററോ അല്ല. എന്റെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്. അതാണ് ഞാൻ അവകാശപ്പെടുന്നത്. അത് യാഥാർത്ഥ്യമായിരിക്കണം. ലോകത്തിന് ജനം കാണുമ്പോൾ എന്നെ അത് കണ്ടിരിക്കണം. പല ക്രിസ്ത്യാനികളും പലതും അവകാശപ്പെടുന്നു, പല രീതികളിൽ അവകാശപ്പെടുന്നു. എന്ന് പറയട്ടെ, ദുഃഖമിതാണ്. നിങ്ങൾ അവകാശപ്പെടുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും പലരും ഈ വിശ്വാസത്തിൽ വരാത്തതും. പല കാരണങ്ങളുണ്ട്. അത് ഒരു കാരണം, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ തടസ്സമായി നിൽക്കുന്നു. വിശ്വാസത്തിൽ വരാൻ പോകുന്നവർക്ക് നിങ്ങൾ തടസ്സമായി നിൽക്കുന്നു. നിങ്ങൾ അവരുടെ കണ്ണിൽ ഒരു കോവലായി തീർന്നു. അവരുടെ അവിശ്വാസത്തിൽ നിങ്ങൾ കാരണമായി തീർന്നു. നിങ്ങൾ അവകാശപ്പെടുന്നു ഞാൻ ക്രിസ്ത്യാനി, നിങ്ങൾ അവകാശപ്പെടുന്നു ഞാൻ ദൈവത്തിന്റെ പൈതൽ. അങ്ങനെയാണെങ്കിൽ യാഥാർത്ഥ്യം അത് തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ ജീവിക്കണം. ദൈവത്താൽ ജനിക്കപ്പെട്ടവൻ അവൻ പാപം ചെയ്യുകയില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുകയില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത്, ദൈവത്തിന്റെ വിത്ത്, വചനമായ ദൈവത്തിന്റെ മായമില്ലാത്ത, മാറ്റമില്ലാത്ത, ജീവനുള്ള, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഈ ജീവനുള്ള വചനം, ഈ വിത്ത് അവനിൽ വസിക്കുന്നു. ഈ വചനം ഒരു വ്യക്തിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവൻ പാപം ചെയ്യത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. വാദിച്ചാ പോരാ, അവകാശം വാദം കൊണ്ട് വന്നാ പോരാ, യാഥാർത്ഥ്യം അതായിരിക്കണം. ഞാൻ ജോണിന്റെയും ലിസിയുടെയും മകനാണ്. എനിക്ക് പല നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ എന്നെയും എന്റെ മാതാപിതാക്കന്മാരെയും എന്റെ കുടുംബത്തെയൊക്കെയും സ്നേഹിക്കുന്നവരാണ്. അവർ ചിലവരൊക്കെ എന്റെ വീട്ടിൽ വന്ന് കുറെ നാളെ താമസിക്കുകയും ഞങ്ങൾ വീട്ടിലെ ചെലവൊക്കെയും അവരെ ഏറ്റെടുക്കുന്നു. എന്റെ മാതാവിനെ പിതാവിനെ ഞങ്ങളൊക്കെ അവർ കരുതുന്നു. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ പറയും, ഞങ്ങളും ജോണിന്റെയും ലിസിയുടെ മകളാണ് എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈ കുടുംബത്തിൽ ജനിക്കണം. ജോണിന്റെയും ലിസിയുടെയും മകളായി ജനിക്കണം. ജനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ. ഞാൻ ജോണിന്റെയും ലിസിയുടെയും മകൻ, എനിക്ക് അവകാശപ്പെടാം. ഞാൻ ജോണിന്റെയും ലിസിയുടെ മകൻ. കാരണം ഞാൻ അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു. ശരിയാ, ദൈവത്തിന് ഹിതമുണ്ട്. എന്നാലും 2 മനുഷ്യർ ചേർന്നാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. അതാദ്യ ജനനം.
അതുകൊണ്ട് ഞാൻ അവരുടെ മകൻ. പക്ഷെ ഞാൻ ദൈവത്തിന്റെ മകനെന്ന് ഞാൻ അവകാശപ്പെടുന്നെങ്കിൽ ഞാൻ ദൈവത്താൽ ജനിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും അംഗീകരിക്കുകയും ആ വചനം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് പാപത്തിൽ നടക്കാൻ പാടില്ല. കാരണം ഞാൻ ദൈവത്താൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്താൽ ജനിക്കപ്പെട്ട വ്യക്തി പാപം ചെയ്യുകയില്ല, അവനിൽ പാപം കാണുകയില്ല. അവകാശപ്പെട്ടിട്ട് പോരാ, യാഥാർത്ഥ്യമായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. അവകാശപ്പെട്ടത് നല്ലതാ, പക്ഷെ യാഥാർത്ഥ്യം അതുപോലെയാണോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യോഹന്നാൻ 8:11, ആ വ്യഭിചാരി സ്ത്രീ അവൾ പോകാൻ നേരത്തെ യേശുവോട് ഇങ്ങനെ പറഞ്ഞത്. അവൾ പോകുന്നില്ല, നിൽക്കുമായിരുന്നു. യേശുവോട് പോകാൻ പറഞ്ഞു. അപ്പോൾ പോകാൻ പറഞ്ഞ ശേഷം അതിനൊപ്പമായി ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. യേശുവിനെ മുഖമുഖമായി കണ്ട ശേഷം യേശു നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നീ പോക, നീ പോയി സാക്ഷ്യമാക. പക്ഷെ ഒരു കാര്യം, നീ പാപത്തിൽ ജീവിക്കരുത്. യേശുവിനെ കണ്ട വ്യക്തികളൊക്കെ അവർ അറിഞ്ഞൊരു കാര്യമുണ്ട്, ഇനി പാപത്തിൽ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല, എനിക്ക് പാപത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റുകയില്ല, എനിക്ക് ദുർവാക്കുകൾ പറയാൻ പറ്റത്തില്ല, തെറ്റായ നോക്കാൻ പറ്റത്തില്ല, തെറ്റായ ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഒരു വേർപെട്ട ജീവിതമാണ്. യേശുവിന്റെ മകൻ, യേശുവിന്റെ മകള്, ദൈവത്തിന്റെ പുത്രന്മാരെ, ദൈവത്തിന്റെ പുത്രികളെ, നിന്റെ ജീവിതം ഒരു വേർപാടുള്ള ജീവിതമായിരിക്കണം. സെപ്പറേഷൻ, വേർപാട് പാലിക്കണം. കാരണം നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. മറ്റവർ ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ അവകാശമില്ല. ഹല്ലേലൂയ. കാരണം നീ അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകളാണ്. യാഥാർത്ഥ്യം ആരാണ്? യേശു. പാപത്തിൽ ജീവിക്കുന്നത് ആരാണ്? ഈ സ്ത്രീ. ഈ സ്ത്രീ യാഥാർത്ഥ്യത്തെ കണ്ടപ്പോൾ, ട്രൂത്ത്, റിയാലിറ്റിയെ കണ്ടപ്പോൾ അവരുടെ ജീവിതം മാറി. ഹല്ലേലൂയ. അവരിനി ഭവനത്തോട് പോകുന്നത് പേടിച്ച്, ഹല്ലേലൂയ, ഒരു നിന്ന സഹിച്ച് വന്നതുപോലല്ല, ഒരു ചിരിയോടാണ്. എന്റെ പാപങ്ങളൊക്കെയും ക്ഷമിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഞാനിനി ഈ യേശുവിന് വേണ്ടി, ഞാൻ യേശുവിനോട് ജീവിക്കുന്നത് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെ? പണ്ട് കാലത്തൊക്കെ അത് അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഈ അവകാശവാദങ്ങളൊക്കെ എവിടെ പോയി? യാഥാർത്ഥ്യങ്ങളൊക്കെ എവിടാണ്? ഹല്ലേലൂയ. ഇപ്പോൾ എന്ത് കണ്ടാലും ഈ വ്യക്തിക്ക് ദേഷ്യം, ഈ വ്യക്തിക്ക് പാപം മാത്രമേ ഉള്ളൂ, തെറ്റായ ചിന്തകളേ ഉള്ളൂ, പണമോഹം, അതുപോലെ ലോകപരമായ ചിന്തകളാണ് ഇപ്പോൾ ഈ വ്യക്തികളുള്ളിൽ കയറിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? അവകാശവാദങ്ങൾ. ഞാൻ യേശുവിന് വേണ്ടി പോരാടും, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ വചനം ഘോഷിക്കും, ഞാൻ ട്രാക്ട് കൊടുക്കും, ഞാൻ പാപികളോട് യേശുവിനെ കുറിച്ച് പറയും, ഞാൻ ഓഫീസിൽ പോയി യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നെന്ത് പറ്റി? കാലം കഴിയും തോറും നീ ദൈവത്തിൽ അകന്നു പോകുന്നല്ലോ. യാഥാർത്ഥ്യം അതല്ലേ? പലരും പറയാറുണ്ട്, ഞാൻ പണ്ട് ഒരു തകരപ്പെട്ടിയുമായി ഞാൻ ഈ പട്ടണത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ കയ്യിൽ ഒരു ഉടുപ്പേ ഉള്ളായിരുന്നു, ഒരു പാൻറ്, ഒരു സാരിയേ ഉള്ളായിരുന്നു, കിടക്കാൻ ഒരു ഇടമില്ലായിരുന്നു. ഞാൻ തെരുവിൽ കിടന്നുറങ്ങി, കടകളുടെ വാതിൽ കിടന്നുറങ്ങി. എന്നാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ വലിയ ഭവനത്തിൽ താമസിക്കുന്നു, 1-2 വാഹനങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല കോളേജിൽ പഠിക്കുന്നു. സമൃദ്ധിയ ദൈവം അനുഗ്രഹിച്ചു. മകളെ അതോട് നീ തൃപ്തിപ്പെടരുത്. യാഥാർത്ഥ്യം എന്താണ്? നീ ഇപ്പോഴും അനുഗ്രഹത്തിലാണോ? അനുഗ്രഹിക്കുന്ന ദൈവത്തിലാണോ നിന്റെ ആശ്രയം? യാഥാർത്ഥ്യം എന്താണ്? നീ ദൈവത്തിന്റെ മകനായിട്ടാണോ ഇപ്പോഴും ജീവിക്കുന്നത്? ഒന്നുമില്ലായ്മയിൽ നീ ദൈവത്തെ അറിഞ്ഞെങ്കിൽ, സകലത ഉള്ളപ്പോഴും നീ അതിനേക്കാളും അധികമായി ദൈവത്തെ അറിഞ്ഞിരിക്കണം. ദൈവത്തോടൊപ്പമായി നടക്കുക, ദൈവത്തോടൊപ്പമായുള്ള ഒരു കൂട്ടായ്മ, യേശുവോടൊപ്പമായുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പാപച്ചെളിയിൽ നിന്ന് എന്നെ കയറ്റുവാൻ, എന്നെ വിശുദ്ധീകരിക്കുവാൻ യേശുവിനെ സാധിക്കത്തുള്ളൂ. പാപത്തിൽ കിടക്കുന്ന ജനമേ, നീ ഏത് വെള്ളത്തിൽ മുങ്ങിയാലും നിന്റെ പാപം നിന്നെ വിട്ടു മാറുകയില്ല. ഏത് പുണ്യ സ്ഥലത്ത് നീ തീർത്ഥാടനത്തിന് പോയാലും നിന്റെ പാപം നിന്നെ വിട്ടു മാറുകയില്ല. നീ എത്ര ബലിയർപ്പിച്ചാലും നിന്റെ പാപം നിന്നെ വിട്ടു മാറുകയില്ല. എത്ര അല്ലെങ്കിൽ പണം മുടക്കി നീ ദരിദ്രവരെ ആഹാരം കൊടുക്കുകയും, അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുകയും പുണ്യ പ്രവൃത്തികൾ ചെയ്താലും നിന്റെ പാപം നിന്നെ വിട്ടു മാറുകയില്ല. നിന്നെ മുക്കിക്കളയുന്ന നിന്റെ പാപത്തെ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അകറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യാഥാർത്ഥ്യം എന്താണ്? ഞാനൊരു പാപിയാണ്. ഈ പാപിയായി എന്നെ
രക്ഷിക്കുവാൻ യേശു ക്രൂശിൽ കയറി സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ സ്വന്തം ജീവനെ അർപ്പിച്ച് അവിടെ മരിക്കുകയും ഹല്ലേലൂയ അതിനുശേഷം അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ പാപം യേശു പോക്കി മാറ്റും, നിന്നെ ശുദ്ധീകരിക്കും. നീ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നീ ഇരിക്കുന്നിടത്ത് നിന്റെ ഭവനത്തിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ അതേ സ്ഥലത്തിരുന്ന് നീ തീരുമാനിച്ചാൽ മതി. നിന്റെ ജീവിതത്തെ ദൈവം മാറ്റും, പൂർണ്ണമായി ശുദ്ധീകരിക്കും. നീ ദൈവത്തിന്റെ പൈതലായി തീരും. പലരും അവകാശപ്പെട്ടു ഇപ്പൊ പിൻപാട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന് ഉള്ളിലേക്ക് തിരികെ നോക്കിക്കേ. നീ അവകാശപ്പെടുന്നത് പോലെ നീ യേശുവിന്റെ മകനായിട്ടാണോ ജീവിക്കുന്നത്? നീ അവകാശപ്പെടുന്ന പോലെ യേശുവിന്റെ മകളായിട്ടാണോ നീ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് വീണ്ടും സമർപ്പിക്കുക. ചുമ്മാ അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അവകാശവാദങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യമാണ് ഇമ്പോർട്ടന്റ്. അതാണ് സത്യം. യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ നീ പാപിയായിട്ടാണോ ജീവിക്കുന്നത്? നീ യേശുവിനെ അറിഞ്ഞിട്ടും വചനം പാലിക്കാത്താണോ ജീവിക്കുന്നത്? യേശുവിനെ അറിഞ്ഞിട്ടും നീ കൽപ്പനകൾ പാലിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മടങ്ങിയ സുഹൃത്തെ, നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സ്കൂളിലും കൂട്ടുകാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നാണ് നിന്റെ രക്ഷ ദിവസം. ഈ വചനം കേൾക്കുമ്പോ നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കുക. നീ വീണ്ടും ജനനം പ്രാപിക്കും. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്തിനാ പ്രാപിക്കേണ്ടത്? ദൈവത്തിന്റെ മകനായി മകളായി ജനിക്കാൻ. കാരണം എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിലേക്ക് നീ പോകണമെങ്കിൽ ദൈവം മകനായി മകളായി നീ ജീവിച്ചേ പറ്റത്തുള്ളൂ. ആർക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല. ഹല്ലേലൂയ. എന്റെ പിതാവ് പലരെയും സ്നേഹിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ പിതാവും മാതാവും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ എന്റെ അപ്പന്റെയും അമ്മന്റെയും മകനോ മകളോ ആകുന്നില്ല. എന്റെ ദൈവം പലരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മകനായി മകളായി നീ ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയുള്ളൂ. എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിന്റെ അവകാശമുള്ളൂ. ദൈവത്തിന്റെ മകളായി ജീവിക്കുക, അതാണ് യാഥാർത്ഥ്യം. നീ വെറും അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന ക്രിസ്ത്യാനിയ, ഞാൻ മറ്റേ ക്രിസ്ത്യാനിയ, എന്റെ ഈ പേരുണ്ട്, ചർച്ചിൽ എന്റെ പേരുണ്ട്, ഹല്ലേലൂയ, അച്ഛന്മാരെന്നെ അറിയാം, പാസ്റ്റർമാർക്ക് എന്നെ അറിയാം, ഞാൻ പണം കൊടുക്കുന്നു, സഹായിക്കുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ മകനായി മകളായി ദൈവത്തിന്റെ മകനായി നീ ജീവിക്കുക. ഹല്ലേലൂയ. അവകാശപ്പെടുന്നത് പോലെ യാഥാർത്ഥ്യമാകട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. ഇതാണ് ദൈവം യേശു ക്രിസ്തുവിൽ നമുക്ക് തന്ന വാഗ്ദത്തം. അതെന്താണ് അറിയണ്ടേ? നിത്യജീവൻ തന്നെ. നിത്യജീവൻ നമുക്ക് വാഗ്ദത്തമായി തന്ന ദൈവം എന്താണ്? നിത്യജീവൻ. ആദ്യ വാഗ്ദത്തം തന്റെ പുത്രനെയായിരുന്നു. ഈ പുത്രനെ സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുത്ത അടുത്ത വാഗ്ദത്തമാണ് നിത്യജീവൻ. എന്റെ യേശു വരാറായി, കർത്താവ് വരാറായി. യേശു 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. മാനവരെ രക്ഷിക്കുവാൻ സ്വന്തം ജീവനെ ബലിയായി അർപ്പിച്ച് രക്തം മുഴുവനും ഊറ്റി ലോകത്തിന്റെ പാപത്തെ പോക്കി മാറ്റുവാൻ സ്വന്തം ജീവനെ അർപ്പിച്ചു. ഹല്ലേലൂയ. അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്റെ യേശു സ്വർഗത്തിലേക്ക് പോയി. പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്നാൽ ഇനി മടങ്ങി വരുമ്പോൾ പാപത്തെ നീക്കുവാനല്ല, ഞാൻ ഗർജിക്കുന്ന സിംഹത്തെ പോലെ, യഹൂദയുടെ സിംഹത്തെ പോലെ, ലയൺ ഓഫ് ജൂഡ, രാജാതി രാജാവായി ഞാൻ വാഴാൻ വരും. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നവരെ മാത്രം ദൈവത്തിന്റെ മകളായി ജീവിക്കുന്നവരെ മാത്രം കൊണ്ടുപോകാനാണ് എന്റെ യേശു വരുന്നത്. നീ തയ്യാറായിരിക്കുന്നു? അവകാശവാദങ്ങൾ കൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. The reality. നീ ആരാണ്? രാത്രികാലം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? Who are you? നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മകനാണോ? ദൈവത്തിന്റെ മകളാണോ? അതാണോ നീ അവകാശപ്പെടുന്നത്? നീ ദൈവത്തിന്റെ മകനാണോ? ദൈവത്തിന്റെ മകളാണോ? അതാണോ നിന്റെ അവകാശവാദം? അതാണെങ്കിൽ അത് യാഥാർത്ഥ്യമാകട്ടെ. അവകാശവാദവും യാഥാർത്ഥ്യവും ഒന്നാകട്ടെ. നീ അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അത് യാഥാർത്ഥ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പലർക്കും പലതും അവകാശപ്പെടാം. അവർ ഇന്നാരാണ്.
അതൊന്ന് കേട്ട് ചിലപ്പോൾ നിങ്ങൾ തെറ്റിപ്പോകും. വചനം വായിക്കുക. ഈ വചനത്തിൽ സത്യമുണ്ട്. ഞാൻ ഈ സത്യമാണ് നിങ്ങളോട് പങ്കുവച്ചത്. അവകാശപ്പെടുന്നത് എന്താണോ അത് യാഥാർത്ഥ്യമാകട്ടെ. അതുപോലെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് രാത്രി കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകട്ടെ. കേട്ടത് മാത്രമല്ല, കേട്ടത് അതുപോലെ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ. മാറ്റേണ്ടത് ജീവിതത്തിൽ മാറ്റുവാനും വെട്ടിക്കളയേണ്ട ജീവിതത്തിൽ വെട്ടിക്കളയുവാനും ഞാൻ വെറുതെ അവകാശപ്പെട്ടതൊക്കെ അതൊക്കെ ക്ഷമ ചോദിച്ച് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഇറങ്ങി ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കാം. ഇനി ഞങ്ങളെ സഹായിക്കണമേ. അതുമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനായി മകളെ ജീവിക്കാം. അവരെയും കർത്താവ് സഹായിക്കണം. തെറ്റിപ്പോയ ആളുകൾ മടങ്ങി വരുമ്പോൾ അവരെ മാറോട് ചേർപ്പടച്ച് ഹല്ലേലൂയ അവരെ ക്ഷമിച്ച് വീണ്ടും യഥാസ്ഥാനത്താക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ യേശുവിന്റെ രണ്ടാം വരവ് ഇനി താമസിക്കുന്നെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 7:30 ദൈവത്തിന്റെ സത്യവചനമായി നിങ്ങളുടെ മുന്നിൽ വരാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയൻ ചെയ്ത ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളോട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യം, ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ സ്ക്രീനിലുണ്ട്. നമ്പർ നോട്ട് ചെയ്ത് ഞങ്ങൾ ബന്ധപ്പെടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.